പക്ഷേ ഇറാനിൽ നിന്നും വരുന്ന വലിയ വാർത്ത, യൂറോപ്പിന്റെ സ്നാപ്പ് ബാക്ക് ആയുധം. ഇറാനെതിരായിട്ട് അവർ കനത്ത ഉപരോധമായിരുന്നു ആണവ കരാർ എന്ന് പറയുന്നത്. JCPOA എന്ന ആണവ കരാർ, ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. അതിപ്പോൾ 2015 ആരംഭിച്ച ഒരു പ്ലാൻ ആയിരുന്നു അത്. അതിപ്പോൾ പൊടുന്നനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ ഈ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട്, യുണൈറ്റഡ് കിങ്ഡവും ഫ്രാൻസും ജർമ്മനിയും ചേർന്നിട്ടാണ്. അപ്പോൾ വലിയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു ഏകപക്ഷീയമായ തീരുമാനമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന, അവിടെ പുതിയ കാര്യങ്ങൾ വേറൊരു തലത്തിലേക്ക് മാറുന്നുവോ എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഇത്തരം അല്ലെ സമ്മർദ്ദ തന്ത്രങ്ങൾ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ ഇതിന്റെ പുറകിലുള്ളത്? പക്ഷെ എങ്ങനെയാണ് ഈ ഒരു വാർത്തയെ നോക്കിക്കാണുന്നത്? ഈ സ്നാപ്പ് ബാക്ക് ആയുധം, ഈ പിൻവലിക്കൽ ആയുധം, ഇതൊരു ആയുധമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതെ അതെ അല്ലേ? അത് ആ തന്ത്രം തീർച്ചയായിട്ടും ഈ തന്ത്രത്തിന് നമുക്ക് സാധാരണഗതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്തൊരു നിലപാടുണ്ട് അതിനകത്ത്. എന്താണ് ന്യായീകരിക്കാൻ പറ്റാത്തത്? ഒന്നാമത്, ഈ സംഭവത്തിൽ ഇപ്പോൾ 10 കൊല്ലം മുമ്പ് അവരുണ്ടാക്കിയ 2015 ഉണ്ടാക്കിയ കരാറാണ്. അതെ, പരസ്പരം ധാരണയിലെത്തിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനും പ്ലസ് അമേരിക്കയുടെ മധ്യസ്ഥതയും ഈ ഇറാനുമാക്കി ഇറാൻ നിർമ്മിക്കുന്ന ആണവായുധങ്ങൾ യൂറോപ്പിന് ഭീഷണിയാണ് എന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. സത്യത്തിൽ അതുപോലും വ്യാജമാണ്. ഇറാൻ യൂറോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാ? സത്യത്തിൽ ഇറാൻ ഭീഷണിയാവുന്നത് അമേരിക്കക്കാണ്. അമേരിക്കക്ക് മാത്രമാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ ബേസ്മെന്റ്, അമേരിക്കയുടെ ഈ എന്താ പറയാ, മിലിറ്ററി ബേസ് ഒക്കെയാണ് ഇറാന്റെ പരിസരത്ത്. യൂറോപ്പിന് ഭീഷണി അല്ല എന്ന് പറയുന്നത്. യൂറോപ്പിന് സത്യത്തിൽ അന്ന് ഇല്ലാത്ത ഭീഷണി അന്ന് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ട് ബ്രിട്ടനൊക്കെ പെരുമാറിയിരുന്ന ഒരു കാലമുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലം. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം ആകെ ഈ ഇറാന്റെ പരിസരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അമേരിക്ക മാത്രമാണ്. ഇറാഖിൽ കുവൈറ്റിൽ ഉൾപ്പെടെയുള്ള ഇഷ്യൂസിലൊക്കെ ഇറാന്, അഫ്ഗാനിസ്ഥാനിലായാലും ഈ അമേരിക്കയുടെ ഭീഷണിയുണ്ട്. യൂറോപ്പിന് മൊത്തം ഭീഷണി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അമേരിക്ക മാത്രമല്ല ഇറാനെ ഉപരോധിക്കുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തം ഈ കരാറിലേക്ക് കൊണ്ടുവരാണ് അമേരിക്ക ചെയ്തത്. കരാർ എന്താണ്? ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വാങ്ങാനോ പാടില്ല. അതനുസരിച്ച് അതിന് പകരം എന്താ? പകരം ഞങ്ങളും, ഇത് ഏകപക്ഷീയാണ്, ഞങ്ങളാരും ചെയ്യില്ല എന്നല്ല, ഇറാൻ ചെയ്യുകയില്ല എന്ന് എല്ലാ രാജ്യങ്ങളോടും ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് ഈ കരാറ്. ആ കരാറ് അമേരിക്കയുടെ താല്പര്യമാണ്. കാരണം അമേരിക്കക്കാണ് അത് ആവശ്യമുള്ളത്. ഇറാൻ എന്താ പറയുക, സൈനികമായി വളരാതിരിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ആ കരാർ ഇപ്പോൾ 10 കൊല്ലമായി ആർക്കും കാര്യമായ പരാതിയില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം, റോബിൻജി ആലോചിച്ചു, ഏതെങ്കിലും യൂറോപ്യൻ രാജ്യം ഇറാൻ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേലിനൊരു പ്രശ്നം ഉണ്ടായത് മിഡിൽ ഈസ്റ്റിലെ ഇഷ്യൂ ആണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനൊരു കരാർ? അതിന്റെ പിന്നിൽ വളരെ കൃത്യമാണ്. ഇറാനെ നിലക്ക് നിർത്താൻ ഇപ്പോൾ അമേരിക്ക മാത്രം പറഞ്ഞാൽ നടക്കൂല, ചെവിക്കൊള്ളാൻ പോകുന്നില്ല. അമേരിക്ക മുട്ടുകുത്തി വീണിരിക്കുന്നു എന്ന് നന്നായിട്ട് അറിയാം ഇറാനും പ്രശ്നങ്ങളുണ്ട്. റഷ്യ ഇറാനെ സംരക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ്. ഇതുകൊണ്ട് ഗുണമുണ്ടായത് ഇറാനാണ്. കാരണം പണ്ട് 2015 അല്ലേ, 2015 ഈ കരാർ ഒപ്പുവെക്കാൻ ഇറാനെ നിർബന്ധിക്കുന്ന സമയത്ത് ആഗോള സാഹചര്യം ഇതായിരുന്നില്ല. ഇറാന് അനുകൂലമായി സംസാരിക്കാൻ കാര്യമാര് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ചിത്രം അതല്ല. ലോകത്തിലെ 2 വമ്പൻ ശക്തികൾ ഇറാന്റെ കൂടെ നിന്നു. ഇറാനെതിരായി ഉപരോധം കൊണ്ടുവരാൻ. എന്താ ഉപരോധം വന്നു? ഇപ്പൊ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇറാനെതിരായി ഉപരോധം കൊണ്ടുവരാൻ എന്താ കാരണമായി പറയുന്നത്? ഇറാൻ ആണവായുധങ്ങളെ, ആണവ ശക്തിയെ ആണവ നിരായുധീകരണം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, അണുശക്തി സമാധാന ആവശ്യത്തിന് മാത്രമേ ഞങ്ങൾ വിനിയോഗിക്കുകയുള്ളൂ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, ആണവ റിയാക്ടറുകൾ ഞങ്ങൾ സ്ഥാപിക്കൂല എന്നൊക്കെയുള്ള കരാറ് ഇറാൻ പാലിച്ചിട്ടില്ല എന്നിപ്പോൾ ആരാ കണ്ടെത്തിയത്? ലോകമാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തിലെ ഏതെങ്കിലും രാജ്യം പരാതിപ്പെട്ടിട്ടില്ല. അമേരിക്ക പറഞ്ഞത് ഞങ്ങളുടെ 2 രാജ്യങ്ങളുടെ ഈ ഇന്റലിജൻസ് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നു. ഒരേ ഏജൻസി ഏതാ? CIA. വേറൊന്ന് ഏതാ? മൊസാദ്. 2 കൂട്ടരും പറഞ്ഞിരിക്കുന്നു ഇറാൻ ഇപ്പോഴും ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്.
ഇതിൽ രണ്ട് സത്യത്തിൽ ആലോചിച്ച് നോക്കൂ. മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്ന പോലെ രാഷ്ട്രാവകാശം ഇല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും. ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് പട്ടാളം ഉണ്ടാകും, അതിന് സുരക്ഷാ ഭീഷണി ഉണ്ടാകും. ആ രാജ്യത്ത് ഏതെല്ലാം ആയുധങ്ങൾ നിർമ്മിക്കണം, ഏതെല്ലാം ആയുധങ്ങൾ വാങ്ങണം, സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാ? അല്ല, മാഷ് നേരത്തെ പറഞ്ഞ പോലെ അന്ന് ഏകപക്ഷീയമായിട്ട് ഒരു കരാറിൽ ഒപ്പുവെപ്പിച്ചിരുന്ന ഒരു സാഹചര്യം അല്ല ഇന്ന്. സാഹചര്യം മാറി. ഇപ്പൊ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, അവരുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ നിർമ്മിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന അന്താരാഷ്ട്ര ധാരണ ലംഘിക്കുന്നത് അമേരിക്കയാണ്. മാത്രമല്ല, ഇത് ലംഘിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്നതും അമേരിക്കൻ ഏജൻസിയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ കരാർ ഒപ്പിടിക്കുന്നത്. ഇപ്പം എന്താ ചെയ്യുന്നത്? 2015 മുമ്പുള്ള ഒരു ലോകത്തേക്ക് 1979 ശേഷം, ഈ ഇറാനിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഈ ആയത്തുള്ള ഖുമൈനി, പിന്നെ ആയത്തുള്ള ഖാംനെയി, ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ലോകത്ത് ഇറാൻ വലിയ ഭീഷണിയാണ്, അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കിയാൽ ലോകത്തിന് തന്നെ വിപത്താണ് എന്ന് പറഞ്ഞു. ആണവായുധങ്ങൾ ആരുണ്ടാക്കിയാലും വിപത്തല്ലേ? ആലോചിച്ചു, ആണവായുധങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ആരാ? എന്നിട്ട് ആർക്ക് നേരെ പ്രയോഗിച്ചത്? അപ്പോൾ എതിരാളിയോ ശത്രുവോ അല്ലാത്ത ജപ്പാനെതിരെ പ്രയോഗിച്ചത്. ജപ്പാൻ ഇതാ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു, കീഴടങ്ങിയവരെ കൊണ്ടുപോയിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തവരാണ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ത്യ ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അവർ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ. അവരുണ്ടാക്കിയപ്പോൾ നമ്മൾ പോയി പറഞ്ഞു. വാജ്പേയി അവിടെ ചെന്നിട്ട് സമാധാനത്തിൻ്റെ ഒരു ദൂതനായിട്ട് പോയിട്ട് പറഞ്ഞു, ആണവായുധങ്ങൾ ഞങ്ങളും ഉണ്ടാക്കും, നിങ്ങളും ഉണ്ടാക്കി, ഞങ്ങളെതിരല്ല, പക്ഷേ അനാവശ്യമായത് പ്രയോഗിക്കാനുള്ളതല്ല, നമ്മുടെ ആത്മവിശ്വാസത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പോന്നു. പക്ഷെ അവൻ പറഞ്ഞിട്ട് കേട്ടില്ല, അവൻ ചൊറിയാൻ വന്നു, കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇപ്പോൾ ഉണ്ടായ ഒരു മെച്ചം, ഈ 2015 മുമ്പുള്ള ഈ ഉപരോധത്തിലേക്ക്, ഇറാനെതിരായ ഉപരോധത്തിലേക്ക് പുതിയ ലോകത്തെ വീണ്ടും മാടി വിളിച്ചുകൊണ്ട് ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ, സ്നാപ്പ് ബാക്ക് നടപ്പാക്കിയപ്പോൾ ലോകത്തിൽ വമ്പിച്ച തോതിൽ എതിർപ്പുണ്ട് എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാനോ ഈ ആയുധം മിക്കവാറും ഇറാന്റെ അടുത്ത് ചെലവാകും. ഇപ്പൊ ചെലവാവില്ല. എന്തിനു ചെലവാക്കിയിട്ടെന്ന കാര്യം? ഈ ഉപരോധങ്ങളുടെ സ്വഭാവം നോക്കിയാൽ സാമ്പത്തിക ജീവനാടിക്ക് പ്രഹരമേൽപ്പിക്കുന്ന രീതിയിലാണ് ഉപരോധം വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആയുധ വ്യാപാരം നിന്നു, സാമ്പത്തിക നിയന്ത്രണം, എണ്ണ, ബാങ്കിങ്, സകല മേഖലകളിലും സ്വത്ത് മരവിപ്പിക്കൽ, യാത്രാ മരവിപ്പിക്കൽ, പുറത്തു പോകാൻ കഴിയില്ല. അമേരിക്ക ഇപ്പൊ എന്താ ചെയ്യുന്നത്? 2-3 കഷ്ടമല്ലേ ആലോചിച്ചു. ഒന്ന്, ഒരു രാജ്യം എന്താ കരാറെന്നറിയോ? യൂറോപ്പിന്റെ ഈ സ്നാപ്പ് ബാക്കിന്റെ കരാറ് അനുസരിച്ച് 2015 മുമ്പുള്ള സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ ഉപരോധം നിലനിൽക്കണം. ഉപരോധം നിലനിൽക്കുക എങ്ങനെ? ഇറാൻ എന്ന രാജ്യത്തിന് ആരും ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിന് വില വാങ്ങിയിട്ടാണ് കൊടുക്കാൻ പാടില്ല. ഇറാനിൽ നിന്ന് ആരും ആയുധം വാങ്ങാനും പാടില്ല. 2, ഒന്നും കയറ്റാനോ ഇറക്കുമതി ചെയ്യാനോ പാടില്ല. വേറൊരു കാര്യം, ഇറാന് ആയുധങ്ങൾ മാത്രമല്ല, ആയുധങ്ങൾ നിർമ്മിക്കാൻ, ഇപ്പോൾ ബോംബ്, ഏതെങ്കിലും ഒരു ആയുധം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൊടുക്കാൻ പാടില്ല, ടെക്നോളജി കൊടുക്കാൻ പാടില്ല. 2, അതിനാവശ്യമായ ഉപകരണം, ടൂൾസ് കൊടുക്കാൻ പാടില്ല. ഇതിനുള്ള വിഭവശേഷിയും കൊടുക്കാൻ പാടില്ല. ഇതൊന്നും കൊടുക്കാൻ പാടില്ല. 1. ഇനി അടുത്ത കരാറിൽ എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് നിന്ന് ഒരാൾ ഇറാനിലേക്ക് പോയി എന്ന് കേട്ടാൽ, ഇറാനിലേക്ക് ഏതെങ്കിലും ആവശ്യത്തിന് വിദഗ്ധനായ ഒരാൾ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ, അല്ലെങ്കിൽ ഒരു ആയുധ വ്യാപാരിയോ ആരെങ്കിലും ഒരാൾ പോയി എന്ന് കേട്ടാൽ അയാളെ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം വിലക്കും. മാത്രമല്ല, അങ്ങനെ പോയ ആളുടെ ആസ്തി ഏതൊക്കെ ലോകരാജ്യങ്ങളുണ്ടോ അവിടെയൊക്കെ മരവിപ്പിക്കും. സമ്പൂർണ്ണ നിരോധനം. ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ നമ്മൾ പറയില്ലേ, വെള്ളരിക്ക പട്ടണം എന്ന് പറയുന്നത്. പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലപാട് വേറെ വഴിയില്ല. അതാ, അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല, അത് യൂറോപ്യൻ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചിട്ടല്ലാതെ അമേരിക്കക്ക് ഇറാന്റെ ഒന്നും മുഖത്ത് നോക്കാൻ ഇപ്പൊ പറ്റില്ല. ഇറാന് പ്രതിസന്ധി ഉണ്ട്. വേറെ വഴിയുണ്ടല്ലേ? ഇറാന് വഴിയുണ്ട്. പഴയ കാലമല്ല. അല്ലല്ല, ഇറാന് വഴിയുണ്ട് എന്ന് മാത്രമല്ല, വേറൊന്നുമല്ല, ആ വഴിയൊക്കെ ഈ അമേരിക്ക ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മണ്ടത്തരം കൊണ്ട്. ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ സഹായിക്കേണ്ടി വരുന്ന, പ്രത്യയശാസ്ത്രപരമായിട്ട് സഹായിക്കില്ലല്ലോ, സഹായിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഈ അങ്കിൾ സാമിന്റെ വേഷം കെട്ടിയിട്ട് അമേരിക്ക കാട്ടുന്ന മണ്ടത്തരല്ലേ. ഒരാവശ്യമില്ലാതെ ഇറാനെ വിലക്കാൻ പോയാൽ അവർക്കറിയാം എന്താ കാര്യം എന്നറിയോ? ഈ ഉപരോധം ഇന്ന് ഇറാനെതിരെ തിരിച്ചു കൊണ്ടുവന്നാൽ അമേരിക്ക പണ്ട് തന്നെ റഷ്യയോട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റഷ്യക്കെതിരെ ഉപരോധം വരും, അതേ ഉപരോധം ചൈനക്കെതിരെ കൊണ്ടുവരാം. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് പലതും വരാനും കൊടുക്കാനും ഉണ്ട്, വാങ്ങാനും കൊടുക്കാനും ഉണ്ട്. അങ്ങനെ ഒരു കാലത്ത് ഉപരോധം എന്ന് പറയാം. ഖൊമേനി മുഴുവൻ അമേരിക്കയുമായുള്ള എല്ലാത്തരം സംഭാഷണങ്ങളുടെയും വാതിൽ അടച്ചു എന്നാണ് ഖൊമേനിയുടെ പ്രസ്താവന. അല്ല, ഇനി വാതിലൊന്നും ഉണ്ടാവില്ല, ഒന്നും തുറക്കാൻ. അടച്ചിരിക്കുന്നു. 2 കാരണം കൊണ്ടായിരിക്കും തുറക്കാത്തത്, അടച്ചത്.
ഇനി അവിടെ നിന്നൊന്നും വരാനില്ല, വാതിൽ തുറന്നു വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അമേരിക്കക്ക് കൃത്യമായിട്ടൊന്നും കിട്ടാൻ ശക്തി പോരാട്ടമായി മാറുമോ? ശക്തി പോരാട്ടാവും. മാത്രമല്ല ഈ ഇതിലുള്ള ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇറാനെ പോലുള്ള മതമൗലികവാദ രാജ്യങ്ങളെ ലോകരാജ്യങ്ങളുടെ സഹായത്തോടു കൂടി വീണ്ടും പിടിച്ചു നിൽക്കാനും വളരാനും ഒക്കെ സഹായിക്കുന്ന ഇടപാടാണിത്. വേണ്ടാത്ത പണിയാണ്, മണ്ടത്തരമാണ്. റഷ്യ പറഞ്ഞത് റഷ്യ അസാധുവാണെന്ന് പ്രഖ്യാപിച്ചു ഈ കരാർ. മാത്രമല്ല ഇറാനുമായി $25 ബില്യൺ ആണവ റിയാക്ടർ കരാർ ഒപ്പുവെച്ചു അപ്പം തന്നെ. അതെ അതെ. അപ്പൊ അതിന് വല്ലാത്ത പ്രതികാരമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആണവ നിരായുധീകരണം നടത്തണം എന്ന് പറഞ്ഞിട്ട് ഈ ഉപരോധം ഏർപ്പെടുത്തുന്ന സമയത്ത് ഇറാനിൽ പുതിയ ആണവ നിലയം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഇറാന്റെ സഹായത്തോടെ ആണവ നിലയം സ്ഥാപിക്കുക, അല്ലെങ്കിൽ ഇറാനെ സഹായിക്കാനുള്ള ആണവ നിലയം സ്ഥാപിക്കുക, അപ്പം തന്നെ എഗ്രിമെന്റ് ഒപ്പുവെക്കുക. എന്തിനു കൊള്ളാം പിന്നെ ഈ അമേരിക്ക ഇനി? അതാലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിൽ അപ്പം തന്നെ ഇറാനെ സഹായിക്കാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന റഷ്യക്കെതിരായിട്ടോ ചൈനക്കെതിരായിട്ടോ യുദ്ധം പ്രഖ്യാപിക്കണ്ടേ അമേരിക്ക? ഒന്നും നടക്കുന്നില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പാവങ്ങളുടെ നെഞ്ചത്ത് കയറുക, എന്നിട്ട് പാവങ്ങളെ റഷ്യ കാണിച്ചു കണ്ടില്ലേ? അതുപോലെയാണ് എസ്റ്റോണിയയുടെ നെഞ്ചത്ത് കയറിയിട്ട് യൂറോപ്യൻ യൂണിയനെ പേടിപ്പിക്കുക എന്ന് പറയുന്ന ഏർപ്പാടാണ്. റഷ്യയും ചൈനയും ഇറാനെ വെറും ഇതൊരു ആണവ പ്രശ്നമായിട്ടല്ല കാണുന്നത്. ആണവ പ്രശ്നം അല്ലത്, മറിച്ച് അമേരിക്ക യൂറോപ്പ് അച്ചുതണ്ടിനെതിരായുള്ള ആഗോള ശക്തി പോരാട്ടത്തിലെ ഒരു കേന്ദ്ര ഘടകമായിട്ടാണ് ഇറാനെ കാണുന്നത്. കാരണം പോയിന്റ് അതെ, ഈ ഉപരോധം ഇപ്പോ ആയുധങ്ങൾക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. നാളെ ഇത് എന്തിനും ബാധകമാവാം. ഏത് തരം വ്യാപാരത്തിനും ബാധകമാവാം. അത് കരുതലോടെ ഇരിക്കേണ്ടതാണ്. അവിടെ എല്ലാം കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. ഉപരോധം ദുരിതത്തിലാക്കി ജനങ്ങളെ. മരുന്നുകളുടെ വില 40% വരെ പണപ്പെരുപ്പം, അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല, അവശ്യ മരുന്നുകൾ കിട്ടാറില്ല. അപ്പം മെച്ചപ്പെട്ട ഒരു ജീവിതം പ്രതീക്ഷിച്ച മധ്യവർഗം ദാരിദ്ര്യത്തിലേക്ക് ഈ കരാറുകൊണ്ട് മുമ്പ് 2015 മുതലുള്ള ആ കരാറുകൊണ്ട് ഒരു മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ചിരുന്ന മധ്യവർഗം നേരെ കൂപ്പുകുത്തുകയാണ് സാധാരണക്കാർ. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു, 27 രാജ്യങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇടപാടുകൾ നടത്താത്ത അതിലേതെങ്കിലും രാജ്യങ്ങളോടൊക്കെ ഗൗരവമായ ഇടപാടുകൾ നടക്കുമല്ലോ. ഇറാനല്ല, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അതല്ലേ അന്താരാഷ്ട്ര രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്ന് പറയുന്നത്. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യലല്ലേ. ട്രേഡ് ഇല്ലെങ്കിൽ പോയില്ലേ? ട്രേഡ് ഇല്ല. മാത്രമല്ല പരസ്പരം സഹായിക്കാതെ എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ നിലനിൽക്കുക? ഇതൊരു സഹവർത്തിത്വമാണല്ലോ, സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയില്ലേ? തീർച്ചയായും അത് പാടില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. മറ്റോൻ ജീവിക്കണ്ട, ഞാൻ മാത്രം ജീവിച്ചാൽ മതി, ഓൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ? അതാണ് ഇതിന്റെ പ്രശ്നം. എന്നാൽ ഈ സാഹചര്യത്തെ റഷ്യയുടെയും ചൈനയുടെയും തുറന്ന പിന്തുണയോടെ ഇറാൻ പിടിച്ചു നിൽക്കും, അതിജീവിക്കുന്നു മാത്രമല്ല പറയുന്നത്. അല്ല, ഇറാൻ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു ചാനൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ തന്നെയല്ലേ. ഒരു രാജ്യത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സഹായങ്ങൾ പെട്ടെന്ന് നിലക്കുക, ബാധിക്കും, സമയമെടുക്കും. പക്ഷേ ഇറാൻ അതിനെ അതിജീവിച്ചോളും. പിന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ചേരിതിരിവ്, റഷ്യയും ചൈനയും ഒപ്പമുള്ള ഈ ഒരു ചേരിതിരിവുണ്ടല്ലോ, ആ ചേരിതിരിവ് ഇറാനെ പിന്നെ വേറൊരു ഗുണമുണ്ട് സാറേ. നമുക്കൊന്നും ഇല്ലാത്ത ഒരു ഈ ശരിയായാലും തെറ്റായാലും അവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ടല്ലോ. അതായത് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചാൽ മരിച്ചു തീരുന്നത് വരെ തോറ്റു കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അവർ മരിക്കുകയാണ്. മരണത്തെ ഭയപ്പെടാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഈ ഇസ്ലാമിക് ഐഡിയോളജിയുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് അത് അമേരിക്കക്ക് മനസ്സിലായിട്ടും ഉണ്ടാവില്ല ഇതുവരെ. എന്തായാലും യൂറോപ്പിന്റെ സ്നാപ്പ് ബാക്ക് ആയുധം മിക്കവാറും ഇറാനെതിരെ ചെലവാകാൻ സാധ്യതയില്ല. തൽക്കാലത്തേക്ക് ചെറിയ തിരിച്ചടികൾ ഉണ്ടാവും, പക്ഷെ വലിയ തോതിൽ അതിനെ പിന്തുണക്കാനും അതിനെ അട്ടിമറിക്കാനും ചൈനയും റഷ്യയും പിന്നിലുണ്ട്. പുതിയ ചേരികൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഉപരോധം ഇറാന് ഗുണം ചെയ്യുന്നതായി മനസ്സിലാക്കുന്നത്. കാരണം ആ കരാർ അങ്ങോട്ട് നിലച്ചാൽ നല്ലതാ. ഉപരോധം വന്നു കഴിഞ്ഞാൽ ബദൽ സംവിധാനങ്ങൾ ഉള്ളത് ഇനി ഒരിക്കലും നിലക്കാത്ത വിധം മുന്നോട്ട് കൊണ്ടു. ഇപ്പൊ $25 ബില്യൺ പുതിയ കരാർ റഷ്യ നൽകി കഴിഞ്ഞു. അപ്പൊ തന്നെ കൊടുത്തില്ലേ? അപ്പൊ തന്നെ കൊടുത്തു. എന്തായാലും മാഷെ, ഇറാൻ ഈ സ്നാപ്പ് ബാക്ക് ആയുധം, യൂറോപ്പിന്റെ സ്നാപ്പ് ബാക്ക് ആയുധത്തെ അതിജീവിക്കുക തന്നെ ചെയ്യുന്നതാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ അയൽക്കാരായ ഇറാനോട് ഭാരതീയ സംസ്കാരത്തിൽ മനോഹരമായ ഒരു മിത്തുണ്ട് എന്ന് അവരോട് പറയണം. ഉർവശി ശാപം ഉപകാരം എന്ന് ഇവിടെ അങ്ങനെ കാണുന്നത്. അതെ, അത് ഒന്ന് മനസ്സിലാക്കാൻ ഇതൊരു അവസരമാകട്ടെ നമുക്കൊരു ആശംസക്കാടായി. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.